ഹലോ മൈ ഫ്രണ്ട്സ്, ഞങ്ങൾ രണ്ടാമത് പുൽക്കൂടാണ് പോയത്. കാരക്കോണം CSI ചർച്ചിലാണ്. അവിടെ കുട്ടികൾക്ക് 30 രൂപ, മുതിർന്നവർക്ക് 40 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അകത്ത് കയറിയപ്പോൾ ഒരു മുതുക്ക് താത്തേനെ എടുത്ത് മഞ്ഞത്ത് വെച്ചിരിക്കുന്നു. താത്ത കണ്ണാടിയും വെച്ച് ഒരേ വൈബ്. ഞങ്ങൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളണ പാലം കണ്ടത്. പപ്പേണെയും മൈബോ സിനിമയിൽ ദിലീപ് അവന്റെ ഭാര്യനെയും വെള്ളത്തിൽ തള്ളിയിടാൻ കിടന്ന് കാണിക്കും പോലെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 കപ്പിൾസ് എന്നാണ് വിചാരിച്ചത്. ഒരു സാധനം അവിടെ ജീവമില്ലാത്ത പോലെ നിൽക്കുന്നുണ്ട്. അതും പേടിക്കണ്ട, അതെന്റെ അനിയത്തി തന്നെ. പിന്നെ നമ്മളെ ഏരിയയിലുള്ള പയ്യന്മാരെ കാറോളടിയും കണ്ടിട്ട് അപ്പുറത്ത് പോയി. അവിടെ നമ്മളെ വെള്ളത്തിലേക്ക് ടെസ്റ്റ് ഡെലുവിലിരിക്കുകയാണ് ആട്ടി വാലി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹൊറർ കേവ്. അവിടെ ആണെങ്കിൽ ഗോസ്റ്റിനൊരു ഹായും കൊടുത്തിട്ട് അങ്ങ് പോയി. പിന്നെ അതിന്റെ അപ്പുറത്ത് പാട് പന്നി പട്ടി പൂച്ച ഇലക്കിളി എല്ലാം ഉണ്ട്. അകത്തേറിയപ്പോൾ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫേമസ് മക്കാവിനെ കണ്ടു. ഇവിടെ മക്കാവ് എന്ന് പറഞ്ഞ റെയിൻബോ കളർ തത്തയാണ്. അതിന്റെ ഒരു കടി കിട്ടിയാൽ ഉള്ളതും ഇല്ലാത്തതെല്ലാം അറ്റുപോകും. ഓ, ചേട്ടന് തത്ത കിട്ടിയുള്ള സന്തോഷം. ചിരി കണ്ട് ക്രഷ് അടിച്ചവരൊന്ന് കമന്റ് ചെയ്യണം. പുറത്തെ സന്തോഷം, ഉള്ളിൽ സങ്കടം വെച്ച് നീർന്ന സമയത്താണ് തത്വം നാറ്റ്യമായത്. അപ്പോഴാണ് പപ്പയ്ക്ക് ജീവൻ തിരിച്ചു വീണത്. ഏതാ ചിരിയല്ലേ ഇത്? പിന്നെ ചിരിയാണ് സങ്കടമാണ് എന്ത് എക്സ്പ്രഷൻ ഇടണമെന്ന് പോലെ അറിയാൻ പാടില്ല. ഇവളിവിടെ കിടന്ന് കാണിക്കുന്ന തത്വരെ പേടിച്ചെന്നാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചൂട് വാഴക്കപ്പം കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ പാനിപൂരി ഉള്ളൂ. പിന്നെ അവിടെ നല്ല ചൂട് പാനിപൂരി അങ്ങ് വാങ്ങിച്ചു. പാനിപൂരി കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ ഹോസ്റ്റലിൽ ഒരുത്തുണ്ട്, അവൻ്റെ പേര് പാനിപൂരി എന്നാണ്. എല്ലാവരും സ്നേഹത്തോടെ അവനെ പാനി 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 എന്ന് വിളിക്കും. എന്താ കൂട്ടായ്മയല്ലേ ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കണത്. ഒരു പാനിപൂരിക്ക് 50 രൂപ. ഇവിടെ അടുത്തൊന്ന് ക്യൂട്ട്നെസ് ഇട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പോൾ തവള വാവളെന്ന് വിളിക്കുന്നു. എന്നെ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.